രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത പദവിയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. രാഷ്ട്രപതി കഴിഞ്ഞാല് രണ്ടാമത്തെ സ്ഥാനമാണ് ഉപരാഷ്ട്രപതിക്കുള്ളത്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 63 ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 63. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 64. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 64. പാർലമെന്റിൽ അംഗമല്ലാത്ത പാർലമെന്റിലെ ഒരു സഭയായ രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. അപ്പൊ പാർലമെന്റിലെ ഉപരാഷ്ട്രപതി അംഗമല്ല, പാർലമെന്റിലെ ഒരു സഭയായ രാജ്യസഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. പാർലമെന്റിൽ അംഗമല്ലാത്തതിനാൽ ഉപരാഷ്ട്രപതിക്ക് സഭയിൽ വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ പാർലമെന്റില് അംഗമല്ല, അല്ലെ? പാർലമെന്റിൽ അംഗമല്ല, അതുകൊണ്ട് തന്നെ എന്താണ്? ഉപരാഷ്ട്രപതിക്ക് സഭയില് വോട്ടവകാശം ഉണ്ടായിരിക്കില്ല. ഉപരാഷ്ട്രപതി ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാഷ്ട്രപതിക്ക് 35 വയസ്സാണ്. ഉപരാഷ്ട്രപതി ആകാനും വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 65. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 65. ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 66. ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 66. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക കുറഞ്ഞത് 20 അംഗങ്ങളെങ്കിലും ശുപാർശ ചെയ്യുകയും 20 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. അപ്പൊ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക കുറഞ്ഞത് 20 അംഗങ്ങളെങ്കിലും ശുപാർശ ചെയ്യുകയും 20 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾ ചേർന്നാണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നിട്ടാണ്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രഹസ്യ ബാലറ്റിലൂടെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നടത്തുന്നത്. അപ്പൊ എങ്ങനെയാണ്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. രഹസ്യ ബാലറ്റിലൂടെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നടത്തുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത്. ഇനി യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒരു ഉപരാഷ്ട്രപതി ആയിരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. അപ്പൊ ഒരു ഉപരാഷ്ട്രപതിയായി മത്സരിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. അപ്പൊ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 69. ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 69. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. അപ്പൊ ഉപരാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഉപരാഷ്ട്രപതിയുടെ ഭരണ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 67. ഉപരാഷ്ട്രപതിയുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 67. കാലാവധി എത്രയാണ്? 5 വർഷം. ഉപരാഷ്ട്രപതിയുടെ ഭരണ കാലാവധി 5 വർഷമാണ്.
ഉപരാഷ്ട്രപതിയെ എത്ര തവണ വേണമെങ്കിലും വീണ്ടും തെരഞ്ഞെടുക്കാം. ഉപരാഷ്ട്രപതിയെ എത്ര തവണ വേണമെങ്കിലും വീണ്ടും തെരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ചുമതലകൾ? രാജ്യസഭാ സമ്മേളനങ്ങൾ അധ്യക്ഷത വഹിക്കുക. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക. അപ്പൊ എന്തൊക്കെയാണ് പ്രധാന ചുമതലകള്? രാജ്യസഭാ സമ്മേളനങ്ങൾ അധ്യക്ഷത വഹിക്കുക, അത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. അത് കൂടാതെ എന്തൊക്കെയുണ്ട്? പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവയുടെ ചാൻസലർ കൂടിയാണ് വൈസ് പ്രസിഡന്റ്. അപ്പൊ ഏതൊക്കെയാണ്? പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ വൈസ് പ്രസിഡന്റ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇവയുടെയൊക്കെ ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് നിലവിലുള്ള ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭ ഒരു പ്രമേയം പാസാക്കുകയും ലോക്സഭ അത് അംഗീകരിക്കുകയും വേണം. അപ്പൊ എന്താണ്? ഉപരാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് നിലവിലുള്ള ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭ ഒരു പ്രമേയം പാസാക്കണം, അത് ലോക്സഭ അംഗീകരിക്കുകയും വേണം. നിലവിലുള്ള അംഗസംഖ്യയുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭ ഒരു പ്രമേയം പാസാക്കുകയും ലോക്സഭ അത് അംഗീകരിക്കുകയും വേണം. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. അപ്പൊ എന്താണ്? ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് അദ്ദേഹത്തിന് നൽകിയിരിക്കണം. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങളൊന്നും തന്നെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങളൊന്നും തന്നെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആകസ്മിക ഒഴിവ് വന്നാൽ കഴിയുന്നതും നേരത്തെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കണം. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആകസ്മിക ഒഴിവ് വന്നാൽ കഴിയുന്നതും നേരത്തെ പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തിരിക്കണം. ഭരണഘടനാപരമായി സ്വയംഭരണ സ്ഥാപനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതിയുടെ കാലാവധി അവസാനിച്ച് 60 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം? 60 ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. തെരഞ്ഞെടുപ്പിനായി ഒരു റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കും. സാധാരണയായി പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയുടെ സെക്രട്ടറി ജനറൽ ആണ്, അല്ലെങ്കിൽ റൊട്ടേഷൻ രീതിയിലാണ് നിയമിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർ ആരായിരിക്കും? സെക്രട്ടറി ജനറൽ ആയിരിക്കും. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തർക്കങ്ങളും അന്വേഷിക്കുന്നതും എവിടെയാണ്? സുപ്രീം കോടതിയിലാണ് സമർപ്പിക്കുന്നത്. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം അന്തിമമാണ്. അപ്പൊ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തർക്കങ്ങളും ഈ വിഷയം അന്വേഷിക്കുന്ന സുപ്രീം കോടതിയിലാണ് സമർപ്പിക്കുന്നത്. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം അന്തിമമായിരിക്കും. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതലയേറ്റ ഉപരാഷ്ട്രപതി അറിയപ്പെടുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതലയേറ്റ ഉപരാഷ്ട്രപതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കാൻ സാധിക്കില്ല. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയുടെ അധ്യക്ഷത വഹിക്കാൻ സാധിക്കില്ല. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടേതായ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടേതായ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ രാഷ്ട്രപതിയുടെ അതേ ശമ്പളം തന്നെ ഉപരാഷ്ട്രപതിക്കും ലഭിക്കും. രാഷ്ട്രപതി മേടിച്ചിരുന്ന അതേ ശമ്പളം തന്നെ ഉപരാഷ്ട്രപതിക്കും ലഭിക്കും. ഇന്ത്യയുടെ നിലവിലുള്ളതും 15ാമത് വൈസ് പ്രസിഡന്റുമാണ് ശ്രീ ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ അഥവാ CP രാധാകൃഷ്ണൻ. അപ്പൊ ഇപ്പോഴത്തെ
ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. ജനിച്ച സ്ഥലം എവിടെയാണ്? തമിഴ്നാടാണ്. തിരുപ്പൂര് തമിഴ്നാട്ടിലാണ് ജനിച്ചത്. എന്നാണ് അധികാരത്തിൽ കയറിയത്? 2025 സെപ്റ്റംബർ 12-നാണ് അധികാരത്തിൽ കയറിയത്. 2023 ഫെബ്രുവരിയിൽ ജാർഖണ്ഡ് ഗവർണറായി. 2023 ജാർഖണ്ഡ് ഗവർണറായിരുന്നു. 2024 തെലങ്കാന ഗവർണറായിരുന്നു. പിന്നെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുണ്ട്. 2024 ജൂലൈ മുതൽ 2025 സെപ്റ്റംബർ വരെ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ്? 2023 ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. 2024 തെലങ്കാന ഗവർണർ ആയിരുന്നു. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2024 മുതൽ 25 വരെ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. 1998-ലും 99-ലും നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അത്രയൊക്കെയാണ് ഉപരാഷ്ട്രപതിയെ പറ്റിയുള്ളത്.